എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആമേൻ. ഹല്ലേലൂയ. കൃപ ലഭിച്ചവൻ ആമേൻ ഹല്ലേലൂയ അത്ഭുതങ്ങളെ കാണും. കൃപയിൽ നടക്കുന്നവൻ വൻ കാര്യങ്ങളെ ചെയ്യും. ഇവിടെ പറയുന്ന അതിൻ്റെ 9-ാം വാക്യം പറയുകയാണ്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ ഹല്ലേലൂയ. മറ്റുള്ളവരെ കൂടെ നടക്കുവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ചെല്ലുവാൻ എത്ര പേർക്ക് കഴിയും? നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെ ആഴമായി ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇവിടെ ആമേൻ ഹല്ലേലൂയ ദൈവം കൂടെ നടന്നെന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ നോഹയ്ക്കറിയാം ആമേൻ ഹല്ലേലൂയ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെ ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടന്ന കുടുംബത്തെ ഹല്ലേലൂയ വിളിച്ചു വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതലുള്ളത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവവുമായി ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ, ആമേൻ നിങ്ങളെ കുടുംബത്തെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങളെ കുടുംബത്തെ ദൈവം വിളിച്ചു വേർതിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ നോക്കണം, ഭൂമിയെ മനുഷ്യനെ സകലതിനെയും നശിപ്പിക്കുവാൻ പദ്ധതിയിടുമ്പോൾ ദൈവത്തോട് കൂടെ നടന്നവനെ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനെ ദൈവം സെപ്പറേറ്റായിട്ട് മാറ്റുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രതികൂലത്തിലൂടെ കടന്നു പോവുകയാണോ? നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണോ? നിങ്ങൾ നീർന്ന വ്യക്തികളാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നടന്നു നോക്കി, നിങ്ങളെ കുടുംബത്തെ വിളിച്ചു വേർതിരിക്കും, നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യും. നിങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറണം. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ കൂടെ നടക്കുക, ദൈവത്തോട് യാചിക്കുക. ആമേൻ ഹല്ലേലൂയ. കർത്താവിനോട് അടുത്തു ചെല്ലുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. നോഹ ദൈവം പറഞ്ഞതുപോലെ ആമേൻ ഹല്ലേലൂയ പെട്ടകമുണ്ടാക്കി. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ല. അതിൻ്റെ ആമേൻ ഹല്ലേലൂയ ആ ദൈവം പറഞ്ഞ അതേപോലെ പെട്ടകമുണ്ടാക്കി അതിനകത്ത് ആ കുടുംബത്തെ സംരക്ഷിക്കുവാനിടയായെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കിയാൽ, നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചാൽ, കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അത് ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രയാസത്തിൻ്റെ നടുവിലും ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ കരുതുക തന്നെ ചെയ്യും. നോഹയെ കരുതിയത് കണ്ടോ? ഹല്ലേലൂയ. മനുഷ്യകുലത്തെ സകലതിനെ മുടിച്ചപ്പോഴും, ഹല്ലേലൂയ മനുഷ്യകുലത്തെ സകലതിനെയും ജലപ്രളയത്തിൽ അവൻ നശിപ്പിച്ചപ്പോഴും, ഹല്ലേലൂയ ആ കുടുംബത്തെ സെപ്പറേറ്റ് ചെയ്യാനുള്ളൊരു കാരണം, ആ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹല്ലേലൂയ നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചു. അത് നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. മറ്റുള്ള എന്തിനേക്കാളും, ഹല്ലേലൂയ നമ്മുടെ സമ്പത്തിനേക്കാളും, നമ്മുടെ ഭാര്യയെക്കാളും, നമ്മുടെ മക്കളെക്കാളും, നമ്മുടെ ജോലിയെക്കാളും, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കാളും, ഈ ഭൂമിയിലുള്ള സകലതിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. ആ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങൾ നേരിടുന്ന എന്ത് പ്രതിസന്ധിയായിരുന്നാലും എൻ്റെ ദൈവത്തിന് പരിഹരിക്കുവാൻ പറ്റും. എൻ്റെ ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. നിങ്ങൾ നീർന്ന ഭാരപ്പെടുന്ന ഒരിക്കലും പുറത്തു വരുത്തില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക, ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.